ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഇന്ന് എറിയാട് പഞ്ചായത്തിൻ്റെ കേരളോത്സവമാണ്. അത്ലറ്റിക്സ് ആയിട്ട് ബാഡ്മിൻ്റൺ ഇന്നാണ് ഞങ്ങളുടെ കൊട്ടി വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഞാനതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് ഞാൻ 5 മണി ആയപ്പോഴേക്ക് എത്തി. 7:30 മണിക്കാണ് പരിപാടി. അപ്പോൾ അത് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മുഴുവൻ ഉണ്ടായാൽ മതിയായിരുന്നു. പകുതി ഞാൻ മറന്നു, എന്നാലും നോക്കാം. ഇപ്പം സമയം 5:30 മണി. ഞാൻ സ്കൂളിൽ വിട്ട് വന്നിക്കാണ്. 3 മണിക്ക് ഒരു ചെസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ കേരളോത്സവത്തിൻ്റെ നമ്മുടെ ക്ലബിലെ പ്രധാനിയായ നെസ്മിൽക്ക ഇന്ന് വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഉച്ചയ്ക്ക് വന്ന് സ്കൂളിൻ്റെ പുറത്ത് നിന്ന് എന്നിട്ട് എന്നെ വിളിക്കാൻ വന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാണ്ട് തലയിറങ്ങി അങ്ങനെ സീനായിരുന്നു. ഞാനിപ്പോൾ 5 മണിയായപ്പോൾ എത്തിയുള്ളൂ. ഇനി റെഡിയായിട്ട് അങ്ങോട്ട് പോവാം. വ്ളോഗ് ഇനി ഡെയിലി ഇട്ട് തുടങ്ങണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് റെഡി ആവാം. 5:30 ആയിട്ടുള്ളൂ. ഒരു 7 മണിക്ക് നമുക്ക് റെഡി ആയാൽ മതി. 8 മണിയാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. 7 മണി എന്ന് പറഞ്ഞാൽ എന്തായാലും 8 മണിക്ക് തുടങ്ങുള്ളൂ. എന്തായാലും ഞാൻ തുടങ്ങില്ല. അതായത് ലാഗ് അടിച്ചിരുന്നതാണ്. ഇപ്പം ഞാൻ വൈകിട്ട് ഞാൻ വാ. അവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ വിളി വന്ന് കളി തുടങ്ങി, നീ കളിക്കാനില്ലേ എന്ന് ചോദിച്ചിട്ട് വാ. മര്യാദക്ക് നേരത്തെ ഇറങ്ങിയാൽ മതി. പഞ്ചായത്തര വിശ്വസിച്ചാണ് ഞാൻ വൈകി ഇറങ്ങിയത്. ഇപ്പം നമ്മൾ ഓടിപ്പടിഞ്ഞ് പോകും. പോണ വഴിയിൽ എന്നെ ഉച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച മനുഷ്യനായിട്ടാണ് ഞാൻ കളിക്കാൻ പോയത്. സി സ്റ്റാറിന്റെ 2 ഇഞ്ചൻ വിളികൾ എന്നെ വെല്ലുവിളിച്ച് 21-5 താഴെ പോയിന്റ് എടുത്ത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ പറയണ മേടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഫലൂടിയാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു നമുക്ക് മന്തി വയ്ക്കാൻ പോകും. അങ്ങനെ നേരെ അൽഡ്രീമിക്ക് പോയിട്ട് ഞങ്ങൾ മന്തി വയ്ക്കാൻ കയറി. വെറുതെ കിട്ടണമൊന്നും വിടൂല. അവിടെ എന്തോ സ്പെഷ്യൽ ചായ വെറുതെ കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനേക്കുള്ളൂ. അത് തന്നെ ആദ്യം തന്നെ കുടിച്ചിട്ടാണ് കയറുന്നത്. സ്പെഷ്യൽ ചായ എന്നും പറഞ്ഞ് ഞാനും എടുത്തു വരണം. എനിക്ക് ഇഷ്ടമായില്ലാട്ടാ. പിന്നെ പല രീതിയിൽ മന്തി പറഞ്ഞ് കടക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന പുറപ്പാടാണ് കാണുന്നത്. ഒരു കോട്ട അൽഫാം മന്തി, ഒരു ഫുള്ള് മന്തി. നാളെ ലച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ സർപ്രൈസ് ആയിട്ട് ലച്ചു ഇരിക്കലേ കേക്ക് പോയി മേടിച്ച് സർപ്രൈസ് ആയിട്ട് മുറിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ വീട്ടിലേക്ക് കേക്കും കൊണ്ടുവന്ന് സർപ്രൈസ് ഉണ്ടേ, തികച്ചും സർപ്രൈസ്. ലച്ചുണ്ട്, അവളറിയാത്ത പോലെ ഇരിക്കണം. അങ്ങനെയാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മുറി. അങ്ങനെ ഒരു എൻഡിങ്ങോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടോ.